ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ചിരിക്കുന്നത് ജസ്റ്റ് പിടിക്കുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ പെയിൻറ്റ് എടുത്തിട്ട് ബോട്ടിൽ പെയിൻറ്റ് എടുത്തിട്ട് അതിൽ വൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് കോട്ട് ചെയ്യാന്ന് കേട്ടോ. ഇനി ഫസ്റ്റ് കോട്ടിങ് കൊടുത്തിട്ട് പെർഫെക്റ്റായി തോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം 2-3 ഒക്കെ കോട്ടിങ് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം. ഞാനിവിടെ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്പോഞ്ചും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ റെഡ് കളർ വെച്ചിട്ട് അതിൻ്റെ ക്യാപ്പിൽ റെഡ് കളറാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വൈറ്റും റെഡും തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് കളർ തീമിലാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പേപ്പർ ബാഗില്ലേ, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വൈറ്റ് ഇങ്ക് വെച്ചിട്ട് നമുക്ക് എന്ത് വിഷസാണോ അത് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വിൻറ്റേജ് ഫ്രെയിം മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചെറിയൊരു മിനി ബോട്ടിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോട്ടിലിന് അകത്ത് ചെറിയ ചെറിയ മെസ്സേജസ് ഒക്കെ എഴുതിയിട്ട് റോൾ ചെയ്തിട്ട് ബോട്ടിലിട്ടിട്ട് അങ്ങനെ ഒരു അടിപൊളി ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഇത് ഞാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കീറി കൊടുത്താലും മതി. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇനി ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആ ബോട്ടിലിന് ചുറ്റും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നീളത്തിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കിതിൽ ചെയ്തു കൊടുക്കാം കേട്ടോ. ഇനി ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ കാര്യങ്ങളൊക്കെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് 3 നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു ചിത്രം അതിൻ്റെ താഴെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിന് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണ്. പേപ്പേഴ്സ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഫെവിക്കോൾ മതി. ഇനി നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഈ മരുന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ കിട്ടും. ഇതിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഗ്ലാസിൻ്റെയൊക്കെ ബോട്ടിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിലൊക്കെ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അടിപൊളി ഗിഫ്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊരു ബോക്സ് ഓഫ് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ബോക്സിൽ നമുക്ക് അതുപോലെ തന്നെ കുറച്ച് പോളറോയിഡ് ഫോട്ടോസ്, പിന്നെ എന്തെങ്കിലും ബാൻഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ചെറിയ ബോക്സിൽ തന്നെ ഒരുപാട് ഗിഫ്റ്റ് ഇട്ടിട്ട് നമ്മളങ്ങനെ കൊടുക്കുമല്ലോ, ഗിഫ്റ്റ് ബോക്സായിട്ട്. അപ്പോൾ അതിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോന്ന് ഞാൻ ഒട്ടിച്ച് വരികയാണ്. എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള കുറച്ച് ടേപ്സ് ഉണ്ട്. ഈ ടേപ്സ് ഞാൻ എവിടെ നിന്നാണ് വാങ്ങി, എത്ര രൂപയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം, നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെയുള്ള ഒരു ഗോൾഡൻ കളറുള്ള ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിന് താഴെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനത് ബോട്ടിലിന് ചുറ്റും ഫുള്ളായിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ടേപ്പിൽ.
ഇനി ഞാനത് ഇതുപോലെയുള്ള 1-2 സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതും ഞാൻ ആ ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.